ജാമ്യവ്യവസ്ഥ ലംഘിച്ചതിന് രാഹുൽ മാങ്കൂട്ടത്തിന് കോടതി നോട്ടീസ്. രണ്ടാമത്തെ ബലാത്സംഗ കേസിലെ അതിജീവിതയെ ഫോൺ വിളിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ നോട്ടീസ് ലഭിച്ചിരിക്കുന്നത്. ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ ഹാജരാകണമെന്നാണ്. രാഹുൽ മാങ്കൂട്ടത്തിലോ അല്ലെങ്കിൽ അഭിഭാഷകനോ ഹാജരാകണമെന്നാണ് ഇപ്പോൾ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത്. സുഹൈൽ, ഈ മാസം 17-ാം തീയതിയാണ് ഈ രണ്ടാമത്തെ പീഡന പരാതി നൽകിയിരിക്കുന്ന യുവതി SIT വിവരം അറിയിക്കുന്നത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA തന്നെ ഫോണിൽ കൂടി ബന്ധപ്പെടാൻ ശ്രമിച്ചു എന്നുള്ള വിവരം SITയിൽ ഒരു പരാതിയായി നൽകുന്നത്. തുടർന്ന് ഈ വിവരം SIT ആണ്, പ്രത്യേക അന്വേഷണ സംഘമാണ് കോടതിയെ ധരിപ്പിച്ചത്. കാരണം ഈ രണ്ടാമത്തെ പീഡന കേസിൽ രണ്ടാമത്തെ മാത്രമല്ല 1ാമത്തെയും 2ാമത്തെയും 3ാമത്തെ പരാതിയിലും രാഹുലിന് ജാമ്യം ലഭിക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ജാമ്യ വ്യവസ്ഥയെ വെച്ചിരുന്നത് ഈ പരാതിക്കാരെ സ്വാധീനിക്കാൻ ശ്രമിക്കരുത് എന്നുള്ള ഒരു കാര്യമാണ്. അതാണ് ഇവിടെ ഈ രണ്ടാമത്തെ കേസിൽ ലംഘിക്കപ്പെട്ടിരിക്കുന്നത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഈ പരാതിക്കാരിയെ നേരിട്ട് ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു. തുടർന്നാണ് ഈ പെൺകുട്ടി ഫോൺ എടുത്തിരുന്നില്ല. ഇതിന് പിന്നാലെയാണ് പരാതിയായത് SIT അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ വിവരം കോടതി അറിഞ്ഞതിന് പിന്നാലെയാണ് കോടതി നേരിട്ട് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് കത്തയച്ചിരിക്കുന്നത്. അതായത് ഈ മാസം 28-ാം തീയതി രാഹുൽ മാങ്കൂട്ടത്തിലോ അഭിഭാഷകനോ കോടതിയിൽ നേരിട്ട് ഹാജരാകണമെന്ന് കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു കത്ത് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് കോടതി അയച്ചിരിക്കുന്നത്.